ഞാൻ ആദ്യമായിട്ടാണ് തൃപ്പൂണിത്തുറയിലുള്ള ശ്രീ പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നത്. കഴിഞ്ഞ വർഷം മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ ഒന്ന് പോകണം എന്നുള്ള കാര്യം. ഈ തവണ വൃശ്ചികോത്സവത്തിൻ്റെ സമയത്താണ് ഞാൻ അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ ലുക്കിലാണ് പോയത്. എൻ്റെ ഒരു റെഡ് കളർ സാരി, ഇത് ഞാൻ തഞ്ചാവൂരിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ഇടുന്നൊരു ജുംക്ക, പിന്നെ കൈ നിറച്ച് കുപ്പിവള, ഇതൊക്കെ ഇട്ടിട്ടായിരുന്നു അമ്പലത്തിലേക്ക് പോയത്. ഞാനും അപ്പവും അമ്മയും ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ 3 പേരായിരുന്നു പോയത്. സൺഡേ ആയതുകൊണ്ടും ഉത്സവം ആയതുകൊണ്ടും നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായില്ല. നമ്മൾ കുറേ ദൂരെയാണ് വണ്ടി പാർക്ക് ചെയ്ത്, എന്നിട്ട് കുറച്ച് നടന്നിട്ടാണ് അമ്പലത്തിലേക്ക് എത്തിയത്. ശ്രീ പൂർണ്ണത്രയീശ അമ്പലത്തെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രതിഷ്ഠ മഹാവിഷ്ണു ആണ്. തൃപ്പൂണിത്തറയിലെ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം മഹാവിഷ്ണു ഭഗവാന്റെ രൂപമായ സന്താന ഗോപാലമൂർത്തിയെ ആരാധിക്കുന്നതാണ്. ശ്രീ മഹാവിഷ്ണു സാധാരണയായി അനന്തശൈലത്തിലാണ്, എന്നാൽ ഇവിടെ അനന്തനാഗത്തിന് മേൽ ഇരിക്കുന്നതായ രീതിയിലാണ് പ്രതിഷ്ഠ. പൂർണ്ണത്രയീശ എന്ന പദം വരുന്നത് 3 വേദങ്ങളുടെയും നാഥൻ എന്നാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഈ 3 വേദങ്ങളുടെയും നാഥൻ എന്ന രീതിയിലാണ് പൂർണ്ണത്രയീശൻ എന്ന പേര് ഭഗവാന് വന്നത്. ഇവിടെ ഇപ്പോൾ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവം നടന്നു വരികയാണ്. അതിൻ്റെ തിരക്കാണ് നിങ്ങളിവിടെ കാണുന്നത്. തൊഴാൻ നേരത്ത് നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ക്യൂ എല്ലാം നിന്ന് കണ്ട് തൊഴുതിട്ടാണ് ഇറങ്ങിയത്. തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു പീസ്ഫുൾനെസ് തോന്നി. ഞാൻ ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചതാണ് ഇവിടെ ഒന്ന് വന്ന് തൊഴണം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. വഴിയോരങ്ങളിൽ കുറേ കടകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. മണിച്ചിത്രത്താഴ് സിനിമ ഷൂട്ട് ചെയ്ത ഹിൽ പാലസിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു നമ്മൾ തിരിച്ചു വരാൻ നേരത്ത് പോകുന്നത്. രാവിലെ ഭയങ്കര ലൈറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. പക്ഷെ 11 മണിയായി നമ്മൾ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. നല്ല തിരക്കും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു സമയമായി. നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു, തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ ഒരു ശരവണ ഭവനിൽ കയറി മസാല ദോശ കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത്. സോ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.